നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആയുർവേദ മരുന്നുൽപാദന രംഗത്ത് ഗവൺമെന്റ് സംരംഭമായ ഔഷധിയുടെ ഏജൻസി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മുളങ്കുന്നത്തുകാവിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന് 13.65 കോടി രൂപ അനുവദിച്ചു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 16 ആനയൂട്ട്. ആയുർവേദ മരുന്നുൽപാദന രംഗത്ത് ഗവൺമെന്റ് സംരംഭമായ ഔഷധിയുടെ ഏജൻസി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ആയുർവേദ മരുന്നുൽപാദന രംഗത്ത് ഗവൺമെന്റ് സംരംഭമായ ഔഷധിയുടെ ഏജൻസി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, TR രജിത്, വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് EK കുമാരൻ തുടങ്ങിയവർ സന്നിഹിതരായി. ബ്ലഡ് പ്രഷർ, ഡയബറ്റിക്, സോറിയാസിസ്, കൊളസ്ട്രോൾ, വന്ധ്യത, തീപ്പൊള്ളൽ തുടങ്ങിയവയുടെ ചികിത്സയ്ക്കായി ഔഷധി ഗവേഷണ വിഭാഗം പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത ഔഷധങ്ങളും ആസവാരിഷ്ടങ്ങളും എണ്ണകൾ, ലേഹ്യങ്ങൾ, കഷായങ്ങൾ തുടങ്ങി എല്ലാവിധ ആയുർവേദ ഔഷധങ്ങളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ദിവസവും ഡോക്ടർ ലെസ്ലി വർഗീസിന്റെ സേവനം ലഭ്യമാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ പേര് ഡോക്ടർ ലെസ്ലി വർഗീസ്. ഇന്ന് രാവിലെ ഔഷധിയുടെ ഒരു ഡീലർഷിപ്പ് വടക്കാഞ്ചേരി ടൗണിലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ മീഡിയ സെന്ററിന് തൊട്ടടുത്തായിട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഔഷധിയുടെ എല്ലാ ഔഷധങ്ങളും നമുക്ക് ലഭ്യമാണ്. ഒപ്പം തന്നെ വിദഗ്ധ ചികിത്സയും ലഭിക്കും. നിങ്ങളെല്ലാവരുടെയും സഹകരണം തുറന്ന് പ്രതീക്ഷിക്കുന്നു. ഔഷധിയുടെ ഗവേഷണ വിഭാഗം വികസിപ്പിച്ചെടുത്ത പ്രത്യേക ഔഷധങ്ങളും എല്ലാവിധ രോഗങ്ങൾക്കുള്ള ചികിത്സകളും ഇവിടെ ലഭ്യമാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ തുറന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. മുളങ്കുന്നത്തുകാവിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന് 13.65 കോടി രൂപ അനുവദിച്ചു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ മുളങ്കുന്നത്തുകാവിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനായി 13.65 കോടി രൂപ അനുവദിച്ചു. കേരള സംസ്ഥാന ഹൌസിംഗ് ബോർഡ് സമർപ്പിച്ച പ്രപ്പോസൽ പരിഗണിച്ച് വനിതാ ശിശു വികസന വകുപ്പിന്റെ 2024-25 വർഷത്തെ മൂലധന ചെലവിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്. കേരള സംസ്ഥാന ഹൌസിംഗ് ബോർഡാണ് നിർവഹണ ഏജൻസി. പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തിയായതായും നിർമ്മാണം ഉടൻ ആരംഭിക്കാനാകുമെന്നും സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 16 ആനയൂട്ട്. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 16 നടക്കുന്ന ആനയൂട്ട്, പ്രസാദകൂട്ട്, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയ്ക്കുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് മേൽശാന്തി ബ്രഹ്മശ്രീ അനീഷ് കൈലാസം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സമിതി ജോയിന്റ് സെക്രട്ടറി EM സുബ്രഹ്മണ്യൻ ഒരു ചാക്ക് അരി ആദ്യ സമർപ്പണം നടത്തി. K ചന്ദ്രദാസ് ബാബു, M ജിഷ്ണു, രാജു മാരാത്ത്, മാതൃസമിതി അംഗങ്ങൾ, സമിതി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഔഷധ സേവാ വാരാചരണവും ഔഷധക്കഞ്ഞി വിതരണവും തുടങ്ങി. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഔഷധ സേവാ വാരാചരണവും ഔഷധക്കഞ്ഞി വിതരണവും തുടങ്ങി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ KB അജയൻ ഭദ്രദീപം തെളിയിച്ചു ഉദ്ഘാടനം ചെയ്തു. രാമായണ മാസാചരണത്തെയും ഔഷധക്കഞ്ഞി വിതരണത്തെയും വിസ്തരിച്ച് പ്രതിപാദിക്കുകയും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് സൗകര്യവും സമാധാനവും ആഹ്ലാദവും നൽകുന്ന സമീപനമാണ് ദേവസ്വം ബോർഡ് സ്വീകരിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PK രാജേഷ് അധ്യക്ഷത വഹിച്ചു. തിരുവില്ലാമല ഗ്രൂപ്പ് കമ്മീഷണർ ഓഫീസ് സൂപ്രണ്ട് മാരാത്ത് കൃഷ്ണകുമാർ, ഡോക്ടർ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. സമിതി സെക്രട്ടറി സുധീഷ് സ്വാഗതവും ദേവസ്വം ഓഫീസർ മഞ്ജുഷ് നന്ദിയും പറഞ്ഞു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ഔഷധക്കഞ്ഞി വിതരണം. മലാക്ക ശ്രീ ഭദ്രകാളി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ജ്ഞാനപ്പാന യജ്ഞം നടന്നു. മലാക്ക ശ്രീ ഭദ്രകാളി വിഷ്ണു ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 6 മുതൽ തുടങ്ങിയ ജ്ഞാനപ്പാനയ്ക്ക് സമാപനം. ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകൻ ശ്രീ ബാബു മച്ചാട് യജ്ഞത്തിന് ആചാര്യസ്ഥാനം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ജയൻകുട്ടി, സെക്രട്ടറി സതീഷ് PV, ട്രഷറർ സജയൻ PV എന്നിവരും കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. തുടർന്ന് പ്രസാദ വിതരണം നടന്നു. ഇടവേള.
ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 048842300079 9496347407. തിരികെ വാർത്തകളിലേക്ക്. NG യൂണിവേഴ്സിറ്റിയിൽ MA പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് ജേർണലിസത്തിൽ 1ാം റാങ്ക് നേടിയ ലിലിയ റോസ് ആലപ്പാട്ടിനെ കേരള കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം ഭാരവാഹികൾ ആദരിച്ചു. MG യൂണിവേഴ്സിറ്റിയിൽ MA പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് ജേർണലിസത്തിൽ 1ാം റാങ്ക് നേടിയ ലിലിയ റോസ് ആലപ്പാട്ടിനെ കേരള കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം ഭാരവാഹികൾ ആദരിച്ചു. നിയോജക പ്രസിഡന്റ് ഹിറ്റ്ലസ് ചാക്കുണ്ണി പൊന്നാടയണിയിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ ജസ്മോൻ ചാക്കുണ്ണി ക്യാഷ് അവാർഡ് നൽകി. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആൽബർട്ട് മാമ്പുള്ളി, സെക്രട്ടറി റോസ്മോൾ ജസ്മോൻ, വൈസ് പ്രസിഡന്റ് ബാബു മുട്ടത്ത്, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി മെമ്പർ ടോമീസ് KC, അലൻ കരിയാറ്റി, ജെറോം എന്നിവർ ആശംസകൾ നൽകി. തൃശൂർ ചേറ്റുപുഴയിൽ ബിജു S.ന്റെയും ജീബ ജേക്കബിന്റെയും മകളായ ലിലിയ റോസ് റേഡിയോ മാംഗോയിൽ റേഡിയോ ജോക്കിയായി എറണാകുളത്ത് ജോലി ചെയ്യുന്നു. മകനായ ഡേവിസ് ആലപ്പാട്ട് ചെന്നൈയിൽ VITക്ക് പഠിക്കുന്നു. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ രാമായണ പാരായണത്തോടനുബന്ധിച്ച് നടന്ന മഹാഭഗവത് സേവ ഭക്തി നിർഭരമായി. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ രാമായണ പാരായണത്തോടനുബന്ധിച്ച് നടന്ന മഹാഭഗവത് സേവ ഭക്തി നിർഭരമായി. മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുമാരി നന്ദന അവതരിപ്പിച്ച അഷ്ടപതി പ്രൗഢഗംഭീരമായി. ദേവിയെ തൊഴാൻ വലിയ ഭക്തജന തിരക്കായിരുന്നു. ചടങ്ങുകൾക്ക് കോട്ടപ്പുറം ഉണ്ണികൃഷ്ണൻ, കോമരം വാസുദേവൻ, നമ്പീശൻ വാസുദേവൻ, ദേവസ്വം ഓഫീസർ A. സുരേഷ്, മാതൃസമിതി, ക്ഷേത്ര ഉപദേശക സമിതി എന്നിവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 16-ന് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടക്കും. ആഗസ്റ്റ് 15 സമരസംഗമം DYFI മുനിസിപ്പൽ തല കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിക്കുന്ന സമരസംഗമത്തിന്റെ പ്രചരണാർത്ഥം വടക്കാഞ്ചേരി മുനിസിപ്പൽ തല കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത്, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം SB ഐശ്വര്യ, ബ്ലോക്ക് ട്രഷറർ AD അജി എന്നിവർ നേതൃത്വം നൽകിയ കാൽനട പ്രചരണ ജാഥ ആഗസ്റ്റ് 9-ന് വൈകിട്ട് 5 മണിക്ക് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KS റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റ് 10-ന് കുമ്പളങ്ങാട് നിന്നും ആരംഭിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് കുമ്പളങ്ങാട്, വടക്കാഞ്ചേരി, പാർലിക്കാട്, മിണാലൂർ, വടക്കേക്കര, ആര്യമ്പാടം, മുണ്ടത്തിക്കോട് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. മുണ്ടത്തിക്കോട് സെന്ററിൽ ചേർന്ന ജാഥ സമാപന പൊതുയോഗം CPM ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DYFI മുണ്ടത്തിക്കോട് മേഖലാ പ്രസിഡന്റ് ഷൈൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DYFI മുണ്ടത്തിക്കോട് മേഖലാ സെക്രട്ടറി NU ഉജീഷ് സ്വാഗതം പറഞ്ഞു. CPM മുണ്ടത്തിക്കോട് ലോക്കൽ സെക്രട്ടറി TR രാജൻ, KM മൊയ്തു എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ജാഥയുടെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ KR പ്രശാന്ത്, AD അജി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ്, വൈസ് പ്രസിഡന്റ് മഹേഷ് M മോഹനൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അജയ് മോഹൻ, MR അനന്തു, PC അനീഷ് എന്നിവരും മേഖലാ ഭാരവാഹികളായ സുഷി ജിംസൺ, ES സുബീഷ്, MU നിരൻദാസ്, മിഥുൻ S കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന അഖണ്ഡ നാമജപത്തിന് തിരിതെളിഞ്ഞു. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന അഖണ്ഡ നാമജപത്തിന് തിരിതെളിഞ്ഞു. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ അനീഷ് കൈലാസം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കണ്ണകി മാതൃസമിതി അംഗങ്ങളാണ് നേതൃത്വം നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആയുർവേദ മരുന്നുൽപാദന രംഗത്ത് ഗവൺമെന്റ് സംരംഭമായ ഔഷധിയുടെ ഏജൻസി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മുളങ്കുന്നത്തുകാവിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന് 13.65 കോടി രൂപ അനുവദിച്ചു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 16-ന് ആനയൂട്ട്. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.